ഓഗസ്റ്റ് 15-ന് ഒരു സ്വാതന്ത്ര്യദിന ഓൺലൈൻ ക്വിസ് നടത്തുന്നുണ്ട്. ഒരു അടിപൊളി ക്വിസ് മത്സരമാണ്. അതിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കുട്ടിമാഷിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ക്വിസിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? 1905. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര്? ഹാർഡിഞ്ച് പ്രഭു. 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരവിന്ദ ഘോഷ്. 1939 സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ പടനയിച്ച തിരുവിതാംകൂറിലെ ദിവാൻ ആര്? വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതായിരുന്നു? 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. ഏത് സംഭവത്തിൽ മനംനൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗര സംഭവം. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1911 കൊൽക്കത്ത സമ്മേളനം. ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1907 സൂറത്ത് സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ.
ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരം ഏതായിരുന്നു? കൂഗ കലാപം. അത് 1860 മുതൽ 70 വരെയാണ് നടന്നത്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഏതാണ്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു. 25ാമത്തെ ചോദ്യം. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇർവിൻ പ്രഭു. പിന്നെ ഈ വീഡിയോ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്വിസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1ൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. കാരണം ഈ ചാനലിൽ വരുന്ന സ്വാതന്ത്ര്യദിന ക്വിസ് വീഡിയോകളിൽ നിന്ന് മാത്രമായിരിക്കും മത്സരത്തിനായുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ക്വിസ് വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്.